അപ്പോൾ എല്ലാവരോടും കൂടി പറയുക, ഞാൻ ഇറങ്ങുക. പിന്നെ രാത്രിയിലെ പ്രസാദ് ഊട്ടിന്റെ കാര്യം മറക്കരുത്. ഇല്ല തിരുവേനി. നിക്ക് അങ്ങനെ പോകാൻ വരട്ടെ. എന്താ മോളെ? എന്താ ചേച്ചി? ഇവിടെ നടന്ന ചില ചതിപ്രയോഗങ്ങള് നിങ്ങളും അറിയണമല്ലോ, അതാ പിടിച്ചു നിർത്തിയത്. ചതിപ്രയോഗങ്ങളോ? അതെ, ചതി. കൊല്ലാനുള്ള ചതി, കൊടും ചതി. നീ കാര്യം തുറന്നു പറ മോളെ. മീനാക്ഷിയെ വീഴ്ചത് ദേ ഇവളാ. അമ്മ എന്താ ഈ പറയുന്നത്? നിനക്ക് മനസ്സിലായില്ലേ? മീനാക്ഷി വെള്ളം കൊണ്ട് വരുന്ന വഴി ആ നടയിൽ വിളക്കണ്ട ഒഴിച്ച് ഇവളെ വീഴ്ചത് ദേ ഇവളാണെന്ന്. അയ്യോ, ഞാനല്ല. നീയാണ്, നീ തന്നെയാ. ഞാൻ നിന്നെ ശ്രദ്ധിക്കായിരുന്നു. ഇടയ്ക്ക് എന്റെ കണ്ണ് വെട്ടിച്ച് നീ ഈ വെള്ളക്കണക്കുപ്പി എടുത്തോണ്ട് പോയി. ആ കുപ്പിതാ ആ മൂലയിലിരിക്കുന്നു. ഇവളാ നമ്മുടെ കുഞ്ഞിനെ വീഴ്ചത്. ഈ നിൽക്കുന്ന മൈഥിലി. ഇവളെ ഇപ്പം ഇവിടുന്ന് അടിച്ച് പുറത്താക്കണം. നേരാണോടി? നേരാണോന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോ കഷ്ടകാലോ. കഷ്ടകാലമേ നിന്റെ കയ്യിലിരിപ്പിന്റെയാ. ഇവള് വിഷമാ, വിഷം. ഞാൻ ചെയ്യാത്ത കുറ്റത്തിനാ നിങ്ങൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നത്. ഇതിനകത്ത് ഒരു ഒത്തുകളി നടന്നിട്ടുണ്ട്. ഇതിനു പിന്നില് ഒരു ഗൂഢാലോചനയുണ്ട്. സത്യം പറയൂ, എന്റെ മീനാക്ഷിയെ വീഴ്ത്തിയത് നീയല്ലേ? അയ്യോ, ഞാനല്ല കാർത്തി. സത്യം പറയടി. നിക്ക്, ഞാൻ ചോദിക്കാം ഇവളോട്. പറയടി, എന്റെ മോളെ വീഴ്ത്താൻ നീ എണ്ണ ഒഴിച്ചോ? പറയടി. ഇല്ല. നിന്റെ മുഖം വിളിച്ച് പറയുന്നുണ്ടല്ലോ നീ അത് ചെയ്തെന്ന്. പറയടി, എന്റെ മോളെ കൊല്ലാനാണോ നീ ഇതിനകത്തേക്ക് തിരിച്ചു കയറിയത്? പറയാൻ. ഒരു ജീവിയും തല്ലാത്ത കയ്യാ ഇത്. ഈ കൈ കൊണ്ട് ഞാൻ നിന്നെ തല്ലിയത് നീ എന്റെ കുഞ്ഞിനെ തെരഞ്ഞു പിടിച്ച് ദ്രോഹിക്കുന്നോണ്ടാ. ഇനി നീ മീനാക്ഷിയെ ഉപദ്രവിക്കാൻ നോക്കിയാ നിന്നെ കൈകാര്യം ചെയ്യുന്നത് ഞാനായിരിക്കും. മനസ്സിലായോടി?
ഒരാളോട് മുഷിഞ്ഞ് വർത്തമാനം പറയാൻ പോലും അറിയാത്തവളാ നന്ദിനിയടത്തി. ആ നന്ദിനിയടത്തിയാ നിന്നെ തല്ലിയത്. നിന്റെ അവസാനം അടുത്തെന്ന് കരുതിക്കോ. ഇതിവൾ ഒറ്റയ്ക്ക് ചെയ്തതല്ല, അതെനിക്കറിയാം. അത് ഞാൻ സാവധാനം കണ്ടുപിടിച്ചോളാം. മാലതി, എനിക്കിന്നേ തിരുനെൽവേലി വരെ ഒന്ന് പോണം. വാ, വന്നെന്റെ ഷർട്ടും തേച്ചതാ. വാ. ജഗദീഷ് ചേട്ടാ, എത്ര ഷർട്ടും പാന്റും വേണം? എപ്പോഴാ തിരുനെൽവേലിക്ക് പോകുന്നേ? ഞാൻ തിരുനെൽവേലിക്കും തിരുവട്ടാറിനൊന്നും പോകുന്നില്ല. പക്ഷേ നീ ചിലപ്പോ പോവും. തിരുനെൽവേലിക്കല്ല, നിന്റെ വീട്ടിലോട്ട്. എന്തൊക്കെയാ ജഗദീഷ് ചേട്ടാ ഈ പറയുന്നേ? സത്യം പറഞ്ഞോ, ഇവിടെ നടന്ന ഗൂഢാലോചന എന്താ? ഗൂഢാലോചനയോ? ആ, നീയും നിന്റെ നാത്തൂനായിരുന്നവളും തമ്മിലുള്ള ഗൂഢാലോചന. ആ മൈഥിലെ ഞാനും തമ്മിൽ ഗൂഢാലോചന നടന്നോ? എനിക്ക് അവളെ കണ്ണെടുത്താ കണ്ടൂടാ. കള്ളം പറയല്ലേ. നീയും അവളും കൂടി നടത്തിയ പല കഥകളി മുദ്രകളും ഞാൻ കാണുന്നുണ്ടായിരുന്നടി. കഥകളി മുദ്രയോ? എന്റെ പെടലിക്ക് ഒരു ഇടങ്ങേറ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തല വെട്ടിക്കാറുണ്ടായിരുന്നേ. അതിനാണോ? ഓ, അതായിരുന്നോ? നിന്റെ ഇടത് പെടലിൽ ഇടങ്ങേറെ ഞാൻ വലത് പെടലിക്ക് ഒരെണ്ണം തരുമ്പോ മാറും. തരട്ടെ? ജഗദീഷ് ചേട്ടനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ സംശയിക്കുന്നുണ്ട്. അതാ എനിക്ക് സങ്കടം. മോണോ ആക്ടൊന്നും വേണ്ട, മോണോ ആക്ട് ഒന്നും വേണ്ട. സത്യം പറഞ്ഞോ, നീയും ആ മൈഥിലിയും തമ്മിലുള്ള ഒത്തുകളി എന്താ? എന്തായിരുന്നു നിങ്ങളുടെ പ്ലാൻ? മീനാക്ഷിയെ വിളക്കെണ്ണ ഒഴിച്ച് ആ മൈഥിലി വീഴ്ത്തിയത് നിന്റെ അറിവോടെയല്ലേ? എനിക്കൊന്നും അറിയില്ല. എന്റെ ആങ്ങളെ ചതിച്ചത് കാരണം ആ മൈഥിലി എന്ന് പറയുന്നവൾ എന്റെ ശത്രുവാ. എന്നിട്ട് നീ അവളെ സപ്പോർട്ട് ചെയ്തതോ? മനസ്സിലായില്ല. ഈ കാർത്തിക്കും മൈഥിലിയും തമ്മിൽ ഒരുമിച്ച് പൂജ നടത്തിയാൽ എന്താ എന്നൊരു അഭിപ്രായ പ്രകടനം എന്റെ പ്രിയസഖി അവിടെ നടത്തിയായിരുന്നല്ലോ. അതിപ്പോ പൂജ നടക്കാതെ അത് നിലച്ചു പോകുന്നൊരു ഘട്ടം വന്നപ്പോ ഒരു കുടുംബസ്നേഹി എന്ന് വെച്ച് ഞാനൊരു അഭിപ്രായം പറഞ്ഞതാ. ഓ, കുടുംബസ്നേഹം. അല്ലാതെ നീയും അവളും തമ്മില് യാതൊരു രഹസ്യ അജണ്ടയും ഇല്ല. എന്താ അജണ്ട? വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും എന്റെ തലയിൽ അടിച്ചേൽപ്പിക്കരുത്. സത്യം പറടി, നിന്റെയും കൂടി അറിവോടെയല്ലേ മീനാക്ഷി വീഴ്ത്തിയത്? പറയാൻ എടി, പറയാൻ. തൊട്ടുപോകരുത് തന്നെ. എന്നെ തൊട്ടാലേ നിങ്ങൾ വിവരം അറിയും. കാലം മാറിപ്പോയി. ഞാൻ നിങ്ങളുടെ തല്ല് കൊള്ളാൻ നിൽക്കുന്ന ചെണ്ടയൊന്നുമല്ല. ഇനി എന്നെ തൊട്ടാലേ ഗാർഹിക പീഡനത്തിന് ഞാൻ പോയി കേസ് കൊടുക്കും നിങ്ങൾക്കെതിരെ. എന്തു പറഞ്ഞടി? മിണ്ടരുത് നിങ്ങൾ. ഭാര്യ അവളുടെ അനുവാദം ഇല്ലാതെ തല്ലിയാലും അത് പീഡനം, സ്ത്രീ പീഡനം. നിങ്ങളെ ഞാൻ അകത്താക്കും. ചെമ്പകമകലത്തെ അന്തസ്സൊക്കെ അതോടെ നശിക്കും. മറക്കണ്ട. കാലിനിപ്പോ വേദനയുണ്ടോ മീനാക്ഷി? ACP തടവി തന്നതുകൊണ്ട് അതങ്ങ് മാറി. അല്ലാതെ മരുന്നുകൊണ്ട് മാറിയതല്ലേ? അല്ല, മനസ്സിന് സന്തോഷം ഉണ്ടായാലേ ശരീരത്തിന്റെ വേദന അങ്ങ് മാറും. കഴിക്ക, വേഗം കഴിക്ക. നന്നായിട്ട് ഫുഡ് കഴിക്കണം. മെഡിസിൻസ് ഒക്കെ കഴിക്കാനുള്ളതാ. എന്ത് മെഡിസിൻസ്? കാലിൽ പുരട്ടാൻ ഒരു ഓയിൻമെന്റ്, പിന്നെ വേദന വരുവാണെങ്കിൽ ഒരു പെയിൻ കില്ലർ. ഇതാണോ മെഡിസിൻസ്? എന്റെ ആങ്സൈറ്റി കൊണ്ട് പറഞ്ഞു പോയതാണ്. കഴിക്ക.
എനിക്കിങ്ങനെ ACP എന്നെ സ്നേഹിക്കുന്നതും എന്റെ കാര്യങ്ങൾ നോക്കുന്നതും ഒക്കെ വളരെ സന്തോഷം. അയ്യോ മതി. എനിക്കെന്തെങ്കിലും പറ്റിയ ACPക്ക് വലിയ സങ്കടമാവും അല്ലേ? അത് പിന്നെ അങ്ങനെയല്ലേ. നീ എൻ്റെ ആരാ മീനാക്ഷി? നീ എൻ്റെ ഹൃദയമല്ലേ? പിന്നെ ഹൃദയം. ഈ ജന്മം മുഴുവൻ നീ എന്നോട് കൂടി ഉണ്ടാവും. നീ ഇല്ലാത്തൊരു ലോകം എനിക്കിനി ഉണ്ടാവില്ല. എന്ത് കാര്യത്തിനും നിന്റെ ഒപ്പീനിയൻ ഞാൻ ചോദിക്കും. നീ ഞാൻ ഇനി രണ്ടല്ല, ഒന്നാ. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കേ. അവള് ആ മൈഥിലി തന്നെയാണോ വെളിച്ചെണ്ണ ഒഴിച്ച് എൻ്റെ മീനാക്ഷിയെ വീഴ്ത്തിയത്? ACPക്ക് എന്ത് തോന്നുന്നു? എനിക്കും അവളെ തന്നെയാ സംശയം. അവളെ അത് ചെയ്യും. ആരെന്ത് ചെയ്താലും അവർക്കുള്ള ശിക്ഷ ദൈവം ഉടനെ കൊടുക്കും. മാലതി കുഞ്ഞമായി മൈഥിലിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. മൈഥിലിയും ഞാനും തമ്മിൽ ഒരുമിച്ചിരുന്ന് പൂജ ചെയ്യുന്നതിൽ കുഴപ്പമില്ലെന്ന് മീനാക്ഷിയും പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഒരു ഭാര്യ അങ്ങനെ പറയാമോ? ഭർത്താവിനെ അടിയുറച്ച് വിശ്വസിക്കുന്ന ഏതൊരു ഭാര്യയും അങ്ങനെ പറയും. ACP എനിക്ക് 100% വിശ്വാസം. അവൾ അടുത്തിരുന്നതുകൊണ്ട് എനിക്കെന്താ കുഴപ്പം? നിങ്ങൾ അവളെ ഭാര്യയാക്കാൻ കൊണ്ടുവന്നതല്ലെന്നും ഇപ്പൊ കാണിക്കുന്നത് ഒരു ദയ മാത്രമാണെന്നും ACP എന്നോട് തുറന്നു പറഞ്ഞു. അത് ഞാൻ വിശ്വസിക്കാം. പരസ്പര വിശ്വാസമാണ് മാരേജ് ലൈഫ്. എന്റെ മീനാക്ഷിയെ ഞാൻ ഒരിക്കലും ചതിക്കില്ല. പിന്നെ ഇതെല്ലാം ദൈവത്തിന്റെ പ്ലാനിങ്. ആ മൈഥിലിയെ ദൈവം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഓടിച്ചതാ. പകരം എനിക്കെൻ്റെ മീനാക്ഷിയെ തരാൻ. മീനാക്ഷി കുഞ്ഞാരുടെ കയ്യില? കുഞ്ഞിനെ അമ്മ എടുത്തോണ്ട് പോയി. ഏതമ്മ? ഓ, നിനക്കിപ്പം 2 അമ്മമാരാണല്ലോ, ദേവമ്മയും സാവിത്രി അമ്മയും. ഇപ്പൊ കുഞ്ഞിനെ എടുത്തോണ്ട് പോയത് ദേവമ്മയാ. നല്ല കാര്യം. ഞാൻ നിന്നെ പ്രണയിക്കുമ്പോ കുഞ്ഞ് കരഞ്ഞ് ശല്യപ്പെടുത്തില്ലല്ലോ. ഈ പ്രണയത്തിന് നേരവും കാലമൊന്നുമില്ല അല്ലേ ACP? ഇല്ല, പ്രണയത്തിന് മാത്രമാ അങ്ങനെയൊന്നും ഇല്ലാത്തത്. തിരുമേനി പറഞ്ഞിട്ട് പോയ ചടങ്ങിന് നേരമായി. പ്രസാദോട്ട്. അതെങ്ങനെയമ്മ ചടങ്ങ്? ഇവിടെയുള്ള എല്ലാ ഭാര്യമാർക്കും അവരവരുടെ ഭർത്താക്കന്മാർ പ്രസാദോട്ട് നടത്തണം. എന്ന് വച്ചാൽ ഭക്ഷണം വാരി കൊടുക്കണമെന്ന്. ഞാൻ വാരി കൊടുത്തിട്ട് എൻ്റെ ഭാര്യ കഴിച്ചത് തന്നെ. ഈ പൂജ ഒന്ന് തീർന്നു കിട്ടാൻ ഞാൻ കാത്തിരിക്കുക. ഇല്ല, ഇവൾക്കിട്ട് 2 കൊടുക്കാം. എന്നാ ചടങ്ങാരംഭിക്കട്ടെ. ചടങ്ങ് തുടങ്ങണമെങ്കിൽ ഇവിടെ രാമഭദ്രനില്ല.
അപ്പോ സാവിത്രിയുടെ പ്രസാദൂട്ട് മുടങ്ങും. അടുത്തത് ജഗദീഷ. ജഗദീഷ് മാലതിക്ക് പ്രസാദം കൊടുത്തോണ്ട് ചടങ്ങ് തുടങ്ങട്ടെ. ആ, ഞാൻ കൊടുത്തിട്ട് എന്റെ ഭാര്യ പ്രസാദം ഉണ്ടത് തന്നെ. മോനെ, നീ എന്തായി പറയുന്നേ? കുറച്ച് കാര്യമുണ്ട് അടുത്തമ്മേ. ഈയൊരു നല്ല മുഹൂർത്തത്തിൽ ഞാനത് പറയുന്നില്ല. പിന്നൊരവസരത്തിൽ ഞാനത് പറഞ്ഞോളാം. അവൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം കാണും. അതവിടെ നിൽക്കട്ടെ. ഒരു കാര്യം ചെയ്യേ, കാർത്തിക് മീനാക്ഷിക്ക് പ്രസാദച്ചോറ് കൊടുക്കട്ടെ. ആ, എന്നാ മോനെ കാർത്തിക്, മീനാക്ഷിക്ക് പ്രസാദം കൊടുക്ക്. ആ ശരി മുത്തശ്ശ. പൊന്നും കെട്ട കൊണ്ട് നടക്കുന്ന പോലെ അവൻ പെണ്ണും പിള്ളെ കൊണ്ട് നടക്കുന്നത്. ദാ മോനെ. മോനെ കാർത്തിക്, തുടങ്ങാൻ വരട്ടെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അമ്മ പറയൂ. അത് എനിക്കൊരു സങ്കടം. നിന്റെ അടുത്തിരുന്ന് പൂജ ചെയ്യാനോ മൈഥിലിക്ക് പറ്റിയില്ല. അവളുടെ മുഖത്ത് ആ നിരാശയും കാണാം. അതുകൊണ്ട് മൈഥിലി ആദ്യം കാർത്തിക് പ്രസാദം ഊട്ടട്ടെ, അതിനുശേഷം മതി മീനാക്ഷിക്ക്. അമ്മ ഇവൾക്കിട്ട് എന്തോ ഒരു പണി കൊടുക്കാൻ പ്ലാൻ ഇടുന്നുണ്ട്. എന്നാ പിന്നെ അതങ്ങ് നടക്കട്ടെ. നീ എന്തിനാ നദിനി ആവശ്യമില്ലാത്ത കാര്യം പറയുന്നേ? പൂജയല്ലേ അമ്മേ, മറ്റൊരാളുടെ വിഷമം അതിനിടയ്ക്ക് വേണ്ട. എന്നാ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ. അത് വേണം. ഒരു സങ്കടവും ബാക്കി വയ്ക്കരുത്. ആ ഇതെന്താ ഇങ്ങനെയൊക്കെ? അമ്മേ, അത് വേണ്ടമ്മേ. ACP മൈഥിലിക്ക് പ്രസാദം കൊടുക്കുന്നതിൽ എനിക്ക് തീരെ താല്പര്യമില്ല. എന്നാ പിന്നെ കാർത്തിക് വേണ്ട. ഞാൻ എന്റെ മരുമകൾക്ക് കൊടുക്കുന്ന പോലെ മൈഥിലിക്ക് പ്രസാദം കൊടുത്തോട്ടെ. അതിനെന്താ, നീ കൊടുത്തോ. ഞങ്ങൾക്കാർക്കും ഒരു വിരോധവും ഇല്ല. എരിഞ്ഞു പുകയുന്ന ഉണ്ടമുളക് അരച്ചു ചേർത്ത ചോറായത്. ഇത് കഴിക്കുമ്പോൾ നീ നക്ഷത്രം എണ്ണും. എൻ്റെ മകളെ വീഴ്ത്തിയതിന് പകരം തന്നില്ലെങ്കിൽ പിന്നെ ഞാനൊരമ്മയാണോ? മോളെ, ആ ഇത് മുഴുവനും മുളകാണല്ലോ. കഴിച്ചില്ലെങ്കിൽ ഞാൻ ഇവരുടെ മുമ്പിൽ തോക്കും. കഴിച്ചേക്കാം.
വേഗം വേഗം കഴിക്ക്. ഇന്ന് മുഴുവൻ പട്ടിണി ഇരുന്നല്ലേ. വേഗം കഴിക്കേ.